ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ മുന്നിൽ സ്റ്റീൽ ബോംബ് വച്ചവരെ കെ രമ MLA കൈകാര്യം ചെയ്തുകൊള്ളും. വടകരയിൽ അവരെ നിർത്തിക്കില്ല എന്ന് MLA ശപഥം ചെയ്തിരിക്കുകയാണ്. വടകര എന്നത് CPM-ന്റെ ഈറ്റില്ലമായിരുന്നു. കടത്തനാടൻ മണ്ണിൽ CPM-ന് മുന്നിൽ അംഗം കുറിക്കാൻ പോന്നവരായി അന്നാരും ഉണ്ടായിരുന്നില്ല. കുറച്ചു കാലം മുൻപ് വരെ രക്തം കണ്ട് അറപ്പുമാറാത്ത CPM-കാരുടെ മൂർച്ചയേറിയ വാൾത്തലപ്പുകളെല്ലാം ഇന്ന് തുരുമ്പ് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അവസാനം അത് പുറത്തെടുത്തത് ഒരുപക്ഷെ 13 വർഷങ്ങൾക്ക് മുൻപാകണം. 41 വെട്ടുകൾ വെട്ടി TP ചന്ദ്രശേഖരനെ ഇല്ലാതാക്കാൻ വേണ്ടി. എന്നാൽ അതോടെ തീർന്നു ആ വാളിൻ്റെ മാത്രമല്ല CPM-ന്റെയും വടകരയിലെ മൂർച്ച. എന്നാൽ ഇപ്പോഴിതാ മുഴുവൻ മൂർച്ചയും ചോർന്നു പോയിരിക്കുന്നു. അതിനിപ്പോൾ ഒരു കാരണമുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ വരവ് കൂടി അതിൻ്റെ കാരണമാണ്. ഇതാ വടകരയുടെ മണ്ണിൽ ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുത്തതോടെ CPM-ന് സമനില തെറ്റിയൊരവസ്ഥയാണ്. അവർ വീണ്ടും അക്രമത്തിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്നു. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിനിടെ മാറി വോട്ട് ചെയ്ത LDF അംഗത്തിൻ്റെ വീടിന് നേരെ ബോംബാക്രമണം നടത്തിയിരിക്കുകയാണ്. RJD അംഗമായ രജനിയുടെ ചോമ്പാലയിലെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന് പുറമെ വീടിൻ്റെ വാതിലിനരികെ സ്റ്റീൽ ബോംബ് വെക്കുകയാണ് ചെയ്തത്. അത് വെച്ചതറിയാതെ രജനിയോ അവരുടെ വീട്ടുകാരോ അതിനെ സ്പർശിക്കുമ്പോൾ തീർച്ചയായും അത് പൊട്ടിത്തെറിക്കേണ്ടതായിരുന്നു. അങ്ങനെ മനുഷ്യ ജീവനുകളെ ഇല്ലാതാക്കാൻ മടിക്കാത്തൊരു കാട്ടാളന്മാരാണ് ആ പ്രദേശത്തെ CPM-കാർ എന്ന് വളരെ വ്യക്തമായി നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ വച്ച ബോംബ് പൊട്ടാത്തത് കാരണം വലിയൊരു അത്യാഹിതമാണ് വടകരയിൽ ഒഴിവായത്. എങ്കിലും ആക്രമണത്തിൽ വീടിൻ്റെ ജനൽ ചില്ലുകളെല്ലാം തകർത്തിട്ടുണ്ട്. വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറ് വോട്ട് ചെയ്തുവെങ്കിലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF-ന് തന്നെയായിരുന്നു ഈ രജനി വോട്ട് ചെയ്തിരുന്നത്. എന്നിട്ടും ഈ കാട്ടാള രാഷ്ട്രീയക്കാർ കേട്ടില്ല. രജനിയുടെ വോട്ട് മാറിയത് കാരണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം UDF-ന് ലഭിച്ചു. ഇരുമുന്നണികൾക്കും 7 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. വോട്ട് മാറിച്ചതിനെ തുടർന്ന് രജനിയെ RJD 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഈ ബോംബാക്രമണവും മറ്റാക്രമണവും ഒക്കെ ഉണ്ടായത്. കെ രമ MLA സജീവമായി തന്നെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് വടകരയുടെ എല്ലാ മേഖലയിലും. രജനിയുടെ വീടിന് നേരെയുണ്ടായത് CPM-ന്റെ ആസൂത്രിത ആക്രമണമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യമായെന്നാണ് കെ രമ MLA തുറന്നടിച്ചത്. അതുമാത്രമല്ല, ഇത് TP ചന്ദ്രശേഖരന് നേരെയുള്ള ആക്രമണത്തിന് സമാനമാണ്. കാരണം ഒരു ഇടതുപക്ഷത്തുള്ള നേതാവിൻ്റെ വീടിന് നേരെയാണ് ഈ ആക്രമണവും ഉണ്ടായത്. അതായത് വടകരയിലെ സഖാക്കൾ വലിയൊരു സമനില തെറ്റിയ അവസ്ഥയിലാണുള്ളത്. സ്ഥലം MP ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിലിനെ നടു റോഡിൽ തല്ലുന്നവർ, കൊലവിളി നടത്തുന്നവർ, MP-യെ തലയിൽ മാരകായുധങ്ങളുമായി ആക്രമിക്കുന്നവർ, ഇങ്ങനെയുള്ളവരായി വടകരയിലെ സഖാക്കൾ മാറിയത് സ്വാഭാവികം. കാരണം വടകരയിൽ ഷാഫി വന്നതോടെ തടുത്തു നിർത്താൻ കഴിയാത്തയത്ര വിജയവും അതുപോലെ ചെറുത്തുനിൽപ്പുമാണ് ഉള്ളത്. ഇനി ബോംബല്ല എന്ത് വച്ചാലും പുല്ലാണ് എന്ന് വിളിച്ചു പറയുന്ന ഷാഫിയെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതാണ് മുന്നിൽ സ്റ്റീൽ ബോംബ് കണ്ടിട്ടും പേടിക്കാതെ കെ രമയും പഞ്ചായത്ത് മെമ്പറുമടക്കം അതിശക്തമായി തന്നെ മുന്നോട്ട് നീങ്ങുന്നത്.